ഇവിടെ ചോദിച്ച ഒരു വിഷയമുണ്ട്. അതായത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവ് റായ്ബറേലിയിലും അമേഠിയിൽ 3 ലക്ഷം, അതായത് 4 ലക്ഷത്തിനടുത്ത് ഭൂരിപക്ഷം നേടിയ രാഹുൽ ഗാന്ധി 2014 അദ്ദേഹം കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ അമേഠിയിലും മത്സരിച്ചു, വയനാട്ടിലും മത്സരിച്ചു. അമേഠിയിൽ അമ്പേ പരാജയപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ സുരക്ഷിത സ്ഥാനമായി വയനാട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അമേഠി എന്ന് പറയുന്ന ഒരു സ്ഥലമേ ഇല്ല. കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമായിരുന്ന അമേഠിയിൽ ഇതാ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നു എന്ന് പറയാൻ കഴിയാത്ത തരത്തിലേക്ക് നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവ്, നിങ്ങൾ വല്ലാതെ പേടിപ്പെടുന്നുണ്ട്. അതാണ് ചോദിക്കുന്നത്. അല്ല, ഞങ്ങള് ഒരു പേടിയിലുമല്ല, ഞങ്ങൾക്ക് അതിനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഭാഗം ഞങ്ങളിപ്പോൾ 190 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇപ്പോൾ 400 സീറ്റ് നേടും എന്ന് അവകാശപ്പെടുന്ന 370 ഫിക്സ് ചെയ്തിരിക്കുന്ന BJP പോലും സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. സ്ഥാനാർത്ഥികൾക്ക് നോമിനേഷൻ കൊടുക്കേണ്ട സമയം ഇനിയുണ്ട്. അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജിയുടെ ഭാഗമായി ഞങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ആര് റായ്ബറേലിയിൽ മത്സരിക്കും, ആര് അമേഠിയിൽ മത്സരിക്കും, ആര് മേദക്കിൽ മത്സരിക്കും, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അതിന്റെ സമയത്ത് അത് അനൗൺസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഭയപ്പെട്ടോ അല്ലെങ്കിൽ പേടിപ്പെടുത്തേണ്ട രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നവരല്ലോ.